300-ലേറെ വരുന്ന സഹാബിമാർക്ക് ആ ഭക്ഷണം മതിയായിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. സ്വഹാബിമാരിങ്ങനെ കണ്ണിൽ കാണുകയാണത്. ആ പെണ്ണിനോട് പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ ഈ വെള്ളം ഞങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ, ഇതൊരു സബബാണ്. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. ഞങ്ങൾക്ക് വെള്ളം തരാൻ നിങ്ങളുടെ ഈ തോൽപാത്രം തുറന്നു വെച്ചിട്ടുണ്ട്, ശരി തന്നെ, പക്ഷേ ഒന്നും നിങ്ങൾക്ക് കുറവ് വരുത്തിയിട്ടില്ല. അവർക്ക് സമാധാനമായി. നോക്കുമ്പോഴേ ആ മുസാദ, അവരുടെ വെള്ളപ്പാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബിമാരെ, കാഫിഊഹാ, ആ പെണ്ണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്തതിന് പകരം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം, എന്നിട്ടേ പറഞ്ഞേക്കാവൂ. നോക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ രീതി നോക്കണം. എന്നാ പൊയ്ക്കോന്ന് പറയല്ല. എല്ലാവരും കൂടെ കരുതിയിരുന്ന അജ്വാ, ഈത്തപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. സവീഖ് എന്ന് പറഞ്ഞാൽ മാവാണ്, മൈദപ്പൊടി കലക്കിയതാണ്, അല്പം മധുരം ചേർത്തിട്ട്. ആ സവീഖും പിന്നെ സാദാ ഈത്തപ്പഴവും അജ്വാ ഈത്തപ്പഴവും കൊണ്ടുവന്നത് പാക്കുകളായി ഓരോരുത്തരും യാത്രക്ക് വേണ്ടി കരുതിയത് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ പെണ്ണിന് സമ്മാനമായി കൊടുത്തു. അവളും വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ തിരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിന് നബിയാണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അവർ തിരിച്ചുപോയി. സ്വന്തം നാട്ടിലേക്ക് എത്തി അവർ ചോദിച്ചു, ലിമ തഖല്ലഫ്തി അലൈനാ, നിന്റെ നിങ്ങൾ വരാൻ നേരം വൈകിയത്? കുറെ നേരമായല്ലോ പെണ്ണെ, നിങ്ങൾ എത്താറാവാതെ, എന്ത് പറ്റി? പറഞ്ഞു, ആ മതം മാറിയ ആളെന്ന് നമ്മൾ പറയുന്ന ആളെ ഞാൻ കണ്ടുകെട്ടോ, ആ ആളവിടെ ഉണ്ടായിരുന്നു. എന്റെ വെള്ളം അവർക്ക് വേണമെന്ന് പറഞ്ഞു, ഞാൻ അവർക്ക് ഒഴിച്ചു കൊടുത്തു. പക്ഷേ ഒരു കുറവും വരാതെ എന്റെ വെള്ളം അതുപോലെ തന്നെ 40ഓളം ആളുകൾ വരി നിന്ന് കുടിച്ചിട്ടുണ്ട്. ഈ വെള്ളം അതിന് മാത്രം തികയാവുന്നതായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു അത്ഭുതം നടന്നു. ഇന്നഹു ഹുവസ്സാഹിറു ബൈന ഹാദാ, ആകാശത്തേക്കും ഭൂമിയിലേക്കും ചൂണ്ടിയിട്ട് പറഞ്ഞു, ആകാശഭൂമികൾക്കിടയിലെ ഏറ്റവും വലിയൊരു മാജിക്കാണ് ഞാൻ കണ്ടത്. അത് മുഅ്ജിസത്താണ്. പക്ഷെ അവർക്കത് പറയാൻ അറിയില്ല. അവർ പറഞ്ഞത് വല്ലാത്തൊരു അത്ഭുതമാണ് ഞാൻ കണ്ടത്, ഒരു മാജിക്കാണ് ഞാൻ കണ്ടത്. ഇങ്ങനത്തെ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ അവസരമേ അവർക്കുണ്ടായിട്ടുള്ളൂ. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാർ ഇവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ യുദ്ധം നടക്കുകയാണ്. പക്ഷേ ഈ പെണ്ണിന്റെ വീടും അതിന്റെ പരിസരങ്ങളൊന്നുമേ സ്വഹാബിമാർ ഒന്നും ചെയ്തില്ല. സുരക്ഷ ഏർപ്പെടുത്തി കൊടുത്തു, അവർക്ക് സുരക്ഷ കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഈ പെണ്ണ് നാട്ടുകാരോട് പറയുകയാണ്, ജനങ്ങളെ, നിങ്ങൾക്കറിയുമോ, നമുക്ക് ആക്രമണമില്ലാതെ നമുക്ക് സുരക്ഷ നൽകുന്നത് ഇത് യാദൃച്ഛികമല്ല, മനഃപൂർവ്വം നമ്മളെ അവർ സംരക്ഷിക്കുകയാണ്. കാരണം ഒരു വെള്ളം അല്ലെങ്കിൽ ആവശ്യമായ ഒരു സമയത്ത് ഒരു സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ആ പ്രവാചകരും അനുയായികളും ഞങ്ങളോട് ചെയ്യുന്ന, നമ്മോട് ചെയ്യുന്ന ഒരു കരുണയാണിത്. അതുകൊണ്ട് അലാ തുഹിബ്ബൂന അൻ തുസ്ലിമൂ, ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ജനങ്ങളോട് പ്രത്യേകിച്ച് ഞാനെന്ന ഒരു പെണ്ണിനോട് മാന്യമായി പെരുമാറിയ അവരുടെ അനുയായികൾ, എന്നോട് മാന്യമായി പെരുമാറിയ അവരുടെ റസൂല്, അങ്ങനത്തെ ഒരു റസൂലിനെ വിശ്വസിക്കാൻ നിങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ മതം സത്യമാണെന്ന്. അപ്പൊ നാട്ടുകാര്, വീട്ടുകാര് മുഴുവൻ പറഞ്ഞു, പെങ്ങളെ, നിങ്ങളത് പറയുകയാണെങ്കിൽ ഞങ്ങളും വിശ്വസിക്കുകയാണ്. ഫഖാലു, അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഉമ്മ മുസ്ലിമായി, ആ പെണ്ണ് മുസ്ലിമത്തായി, ഇസ്ലാം സ്വീകരിച്ചു. അവര് കാരണം കൂടെയുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്കും കൂടെയുള്ള വീട്ടുകാർക്കും ആണുങ്ങൾക്കും മുഴുവൻ ഇസ്ലാം ലഭിച്ചു. ഇതിന് കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഭാവമാണ്. ഉമ്മു അബ്ദ റളിയല്ലാഹു അൻഹ, ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബിതങ്ങളുടെ കൂടെ നബിതങ്ങൾക്ക് വഴി കാണിക്കാൻ ഉണ്ടായിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ മനുഷ്യനാണ്. മുസ്ലിമായിരുന്നില്ല. നോക്കണം, ഹിജ്റ പോകുമ്പോൾ നബിതങ്ങളെ ശത്രുക്കൾ പിന്തുടരുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന് സംരക്ഷണം കൊടുക്കാൻ അവരിൽപ്പെട്ട ഒരാളെയാണ് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തത് എന്നത് ശ്രദ്ധേയമാണ്. നോക്കണം, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് മുസ്ലിമല്ല. പക്ഷേ മദീനയിലേക്ക് നബിതങ്ങളെ ആരാരും അറിയാതെ കാണാതെ മദീനയിലേക്ക് എത്തിക്കലാണ് ഡ്യൂട്ടി. ഹബീബായ നബിതങ്ങളെയും മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് അൺട്രാക്സ്, വളരെ ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത, ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിജനമായ വഴികളിലൂടെ
അപ്പോഴാണ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ എന്ന ഒരു ഉമ്മയെ കാണുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമുണ്ട്. നബി തങ്ങൾ ആ വീട്ടുകാരോട് ഒരു മരുഭൂമിയിൽ ഒരു ടെന്റ് കെട്ടി താമസിക്കുന്ന ഒരു ബദു പെണ്ണാണവര്. ചുറ്റും വീടുകളില്ല, ഏതാനും ചില ആടുകളുണ്ട്, ഒരു ചെറിയ കൂടാരമുണ്ട് അരികത്ത്. അവർക്കിത് ആരാണെന്നറിയില്ല, അള്ളാഹുവിന്റെ റസൂലാണെന്നും അറിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് അവരുടെ അരികത്തേക്ക് ചെന്ന് ചോദിച്ചു, ഉമ്മ, ഞങ്ങൾക്ക് ഒരൽപ്പം കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വെള്ളം മതി, പാലുണ്ടെങ്കിൽ വിശേഷമായി, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ലോകത്തിന്റെ ഗുരുവാണി പറയുന്നത്, അഷ്റഫുൽ ഖൽഖാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഉമ്മു മഅബദ് എന്നവർ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. റജുലുൻ വദീ, മുഖത്ത് എന്തെന്നില്ലാത്ത പ്രകാശമുള്ള ഒരാളെയാണ് ഞാൻ കണ്ടത്. പുഞ്ചിരിച്ചാൽ എന്തൊരു മനോഹരമായ പുഞ്ചിരിയാണ്. അവരുടെ സംസാരം കഅന്നമാ യതഹദ്ദറു ജുമാൻ, മുത്തുമണികൾ ഒഴുകുന്ന പോലെ വായിൽ നിന്ന് വാക്കുകളുടെ മുത്തുമണികൾ ഒഴുകുന്ന ഒരു പുണ്യപ്രവാചകൻ. ഉമ്മു മഅബദ് പറഞ്ഞു, എന്റെ അതിഥികളെ, നിങ്ങൾക്ക് കുടിക്കാൻ പാല് തരണമെങ്കിൽ എന്റെ ആടിന്റെ അകിട് കണ്ടില്ലേ? ഈ ആടുകൾക്ക് പാലില്ലല്ലോ, പാല് കറന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോ പാല് കിട്ടില്ല, ഇനി കുറെ കഴിയണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ മെലിഞ്ഞൊട്ടിയ ഏതെങ്കിലും ഒരാടിനെ നിങ്ങൾ എനിക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനൊന്ന് കറന്നു നോക്കാം, പാലുണ്ടെങ്കിലോ? ഉമ്മു മഅബദ് പറഞ്ഞു, അതെങ്ങനെ? സാരമില്ല ഉമ്മ, നിങ്ങൾ അതൊന്നും അറിയണ്ട, നിങ്ങളുടെ ഒരാടിനെ ഒന്ന് വിട്ടുതരുമോ? പുണ്യനബി തങ്ങൾ സമ്മതം ചോദിച്ചു. ഉമ്മു മഅബദ് എന്ന് പറയുന്ന മരുഭൂമിയിൽ ഒറ്റക്ക് താമസിക്കുന്ന ഒരു ഉമ്മ, ഇത് റസൂലാണെന്നറിയില്ല, മദീനയിലേക്ക് പോകുന്ന ലോകത്തിന്റെ ഗുരുവാണ്, ലോകം കീഴടക്കാൻ പോകുന്ന മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ പോകുന്ന അന്ത്യ റസൂലാണെന്നറിയില്ല. നമ്മൾ എത്ര പേർ ഹബീബിനെ കണ്ടിട്ടുണ്ട്? വളരെ അപൂർവം ആളുകൾ സ്വപ്നം കണ്ടു കാണും. പുണ്യനബിയുടെ ഒരു ചിത്രം പോലും ഇല്ലാതെ, പുണ്യനബി തങ്ങളെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലാതെ, മനസ്സിൽ പോലും ഒരു ചിത്രമില്ലാതെ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ കനം എത്രയാണ്! ലോകത്തുണ്ടോ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ? ഒരിക്കലും കണ്ടിട്ടില്ല, രൂപം എങ്ങനെയാണെന്നറിയില്ല, കേട്ടറിവേ ഉള്ളൂ. അങ്ങനത്തെ ഒരാളെ ജീവനുമേൽ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഇന്ന് മുസ്ലിമീങ്ങൾ മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ, ആ പുണ്യ ഹബീബാണ് സ്വന്തം വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് എന്ന് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹക്ക് അറിയില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ ആടിന്റെ അകിടിൽ തടവുകയാണ്. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോൾ ചൊല്ലണേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിയ പവർഫുൾ ആണ്. ബിസ്മിയുടെ ശക്തി ഭയങ്കരമാണ്, നമുക്കറിയാത്തത് കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിന്റെ മഹത്വം വളരെ വലുതാണ്, അതിന്റെ പവർ വളരെ വലുതാണ്. ബിസ്മി ചൊല്ലണം, നമ്മുടെ മക്കളോട് പറയണം, നമ്മൾ ചൊല്ലണം, നമ്മൾ ശീലിക്കണം. വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ചെറുപ്പക്കാർ വാഹനം ഓടിക്കുമ്പോ, സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഗ്നീഷൻ ബട്ടൺ അമർത്തുമ്പോ മറന്നു പോകരുത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡെസ്റ്റിനേഷൻ എത്തിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അൽഹംദുലില്ലയുടെയും ബിസ്മിയുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ബിസ്മി ചൊല്ലുകയാണ്. ആ ബിസ്മിയാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ മെസപ്പൊട്ടോമിയയിൽ നിന്ന് തുടങ്ങിയ വളരെ ഗംഭീരമായ വെള്ളപ്പൊക്കത്തിൽ ഉയർന്നപ്പോൾ ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. ആ കപ്പലിന് എഞ്ചിനില്ല. എന്നൊക്കെ ബോട്ടുകൾക്ക് യമഹന്റെ എഞ്ചിൻ മോട്ടോർ കാണും അല്ലേ? അന്ന് യമഹ ഇല്ല, അന്ന് മോട്ടോറുകളില്ല, മെഷീനുകളില്ല. നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ മെഷീൻ എന്താണെന്നറിയോ? അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ ആങ്കറും അതിന്റെ നങ്കൂരം ബിസ്മില്ലാഹി മജ്റേഹാ. ബിസ്മില്ലാ എന്ന് നൂഹ് നബി പറഞ്ഞാൽ കപ്പൽ ഇങ്ങനെ ഓടിത്തുടങ്ങും. അടുത്ത ഒരു ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ആ കപ്പൽ നിൽക്കും. അങ്ങനെയാണ് ആ കപ്പൽ ഓടിയത്. വിശുദ്ധ ഖുർആനാ പറയുന്നത്, ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. ബിസ്മില്ലയായിരുന്നു ആ കപ്പലിന്റെ ഓട്ടം, ബിസ്മില്ലയായിരുന്നു അതിന്റെ ആങ്കറിങ്. നല്ല പ്രയാസമുണ്ട് അതൊക്കെ പറയാൻ, നമ്മൾ മറന്നു പോകരുത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചുമക്കളും അനിയന്മാരും അനിയത്തിമാരും മറന്നു പോകരുത്. നിങ്ങൾ എക്സാം എഴുതുകയാണ്, തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാം പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്കൂളിലേക്ക്, മദ്രസയിലേക്ക്, ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി കയറുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു അസൈൻമെന്റ് തുടങ്ങുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ബിസ്മില്ലയാണ് നമ്മുടെ എല്ലാം അല്ലാഹുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, the entirely merciful, the specially merciful. റഹ്മാൻ എന്ന് പറഞ്ഞാൽ the entirely merciful. അല്ലാഹു പരമകാരുണ്യകനാണ്. റഹീം എന്ന് പറഞ്ഞാൽ the specially merciful, മുഅ്മിനീങ്ങളോട് മാത്രം നാളെ പരലോകത്ത് കരുണ ചെയ്യുന്നവൻ. എന്നാൽ ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹു. അനുസരിക്കാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും ലോകത്ത്, എത്രയോ കോടിക്കണക്കിന്. നബിയേ, വലൗ അഅജബക കസറത്തുൽ ഖബീസ് ലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. നബിയേ, നന്മയും തിന്മയും ഒരുപോലെയല്ല. തിന്മയാണ് കൂടുതലെങ്കിലും അങ്ങ് അത്ഭുതപ്പെടണ്ട. ഖുർആൻ പറയാം, തിന്മയെ കൂടുതൽ ഉണ്ടാവുള്ളൂ. എന്താ ഇപ്പൊ ലോകത്ത് എല്ലാവർക്കും അല്ലാഹുവിനെ വിശ്വസിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ മറുപടി വലൗ അഅജബക കസറത്തുൽ ഖബീസ്. തിന്മയുടെ ബാഹുല്യം കണ്ട് നബി അത്ഭുതപ്പെടേണ്ട. കുറെ ഉണ്ടായി എന്ന് വിചാരിച്ചത് ശരിയല്ല. തിന്മയുടെ ആളുകൾ ഇന്ന് കൂടുതലാണ്, നന്മയുടെ ആളുകൾ കുറവാണ്. ആ കുറവിൽപ്പെട്ട് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവരാണ് രക്ഷപ്പെട്ടവർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ സദസ്സ് അങ്ങനെ സ്വീകരിക്കട്ടെ. അതാഉ നബി റബാഹ് തങ്ങൾ പറയുമായിരുന്നു, മജ്ലിസുൽ ഇൽമി തുകഫിറു 70 മജ്ലിസൻ മിൻ മജാലിസിൽ ലഹ്വി വൽ ലഗ്വ്. അനാവശ്യമായി നമ്മൾ ചെന്നിരുന്ന 70ഓളം മജ്ലിസുകൾക്ക് പകരം ഒരു ഇൽമിന്റെ മജ്ലിസ് മതി എന്നാണ് അതാഉ തങ്ങൾ പറയുന്നത്. യാ അല്ലാഹ്, അങ്ങനെ അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. കുറെ ഗാനമേളയും കുറെ അതും ഇതൊക്കെ പോയിരുന്ന് കണ്ടിട്ടുണ്ടാവില്ലേ? അതൊക്കെ പൊറുക്കപ്പെടണം. ജീവിതത്തിൽ ഇങ്ങനെ അത്തരം തെറ്റുകളൊന്നും ആവർത്തിക്കാതെ സൂക്ഷിക്കുകയും വേണം. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ ഒരു അത്ഭുതം കാണാനിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വായിഫിലേക്ക് നമ്മളൊന്ന് വരണം. അവിടെ ഒരേ ഒരാളാണ് അല്ലാഹുവിന്റെ റസൂലിനെ അന്ന് വിശ്വസിച്ചത്, അദ്ദാസ് റളിയല്ലാഹു അൻഹു. അദ്ദാസ്, ത്വായിഫിന്റെ ചരിത്രം അറിയാമല്ലോ. മക്കയിൽ നിന്ന് 60 കിലോമീറ്റർ ഏകദേശം. ഇന്ന് 2 റൂട്ടുണ്ട് ത്വായിഫിലേക്ക്. ചുരമുള്ള റൂട്ടുണ്ട്, ചുരമില്ലാത്ത റൂട്ടുണ്ട്. ചുരമുള്ള റൂട്ടാണ് ഷോർട്ട്. ത്വായിഫ് അറിയാം, നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് ത്വായിഫിൽ. അവിടെ മീഖാത്തുണ്ട്, സയ്യിലുൽ കബീർ എന്ന് പറയുന്ന മീഖാത്ത് അങ്ങനെ അറിയപ്പെടുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരുള്ള ജാമിഅ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന വലിയ ഒരു പള്ളിയുണ്ട് ത്വായിഫിൽ. അവിടെയാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ പള്ളിന്റെ ചുറ്റൊരു കെട്ടുണ്ട്. അവിടെ ഒരുപാട് ശുഹദാക്കളുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുക ത്വായിഫിനെ. പുണ്യനബി തങ്ങൾ എന്ന് ചൊല്ലുമ്പോൾ അവിടെ ആരുമില്ല, ആരും മുസ്ലിമീങ്ങളില്ല. അവിടെ അബ്ദുയാലീൽ ഇബ്നു അബ്ദു കുലാൽ എന്ന് പറഞ്ഞ മനുഷ്യനാണ് അവിടുത്തെ നേതാവ്. അദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടി പോയതാ. എപ്പോഴെന്നറിയോ? പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ ഇവിടെ പറഞ്ഞ കാലം. ഹബീബായ നബി തങ്ങളുടെ സംരക്ഷകനായിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു പോയ കാലം. അത് നോക്കണം. ഒരു അവിശ്വാസിയെ കൊണ്ട് നബി തങ്ങൾക്ക് അല്ലാഹു സംരക്ഷണം കൊടുത്തതെന്ന്. അതിലൊന്നും പ്രശ്നമില്ല. അബൂ ത്വാലിബ് എന്നവർ മുസ്ലിമായില്ല എന്നാണ് ഇജ്മാഉൽ അഇമ്മ, അങ്ങനെയാണ്. പക്ഷെ അത് ഇജ്മാ അല്ലാത്ത അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായ പ്രകാരം മുസ്ലിം ആയില്ല എന്ന്. ഏതൊരു വിഷയത്തിലും അതിന് എതിരഭിപ്രായങ്ങളും മറു അഭിപ്രായങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ അവിടെ മുഅ്തമദയെ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇരിക്കട്ടെ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. ഈ ആയത്ത് ഇറങ്ങിയത് നസല ഫീ അമ്മിഹി അബീ ത്വാലിബ്. മുഫസ്സിരീങ്ങളൊക്കെ പറയും ഇത് അബൂ ത്വാലിബിനെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്താണ്. നബിയേ, അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ലട്ടോ. ഹിദായത്ത് 2 എണ്ണമാണ്. ഹിദായത്തു ദലാലത്തിൻ, ഒന്ന് അറിയിച്ചു കൊടുക്കുന്ന ഹിദായത്ത്. അത് എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും അറിയിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് അത്രേ ചെയ്യാൻ കഴിയും. പക്ഷേ നേർവഴിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരു കൈപിടിച്ച് നന്മയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഹിദായത്ത്, അത് അല്ലാഹുവിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നബി അങ്ങ് ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അബൂ ത്വാലിബിന്റെ സംരക്ഷണം ഇവിടെ ഉണ്ടായി എന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കാൻ. നബി തങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസികളായ ആളുകളെ ബന്ധപ്പെടുത്തി അല്ലാഹു നൽകിയ ചില സംരക്ഷണത്തിന്റെ ചില ചരിത്ര ശകലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തായിഫിലെത്തിയിരിക്കുകയാണ് നബി തങ്ങൾ. അവർ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. ചരിത്രം നമുക്കറിയാലോ. അവിടുത്തെ പുണ്യമായ കാലിൽ നിന്ന് ചോര വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമായിരുന്നു, നബിയേ, ഹൽ അഖൈത മിൻ ഖൗമിക അശദ്ദ മിമ്മാ ലഖൈത യൗമ ഉഹ്ദിൻ. ഉഹദ് ദിവസം, ഉഹദ് യുദ്ധം നടന്ന നാളിൽ നബിയെ, അങ്ങയുടെ മുൻപല്ല് പൊട്ടുകയും അങ്ങയുടെ കവിളിൽ നിന്ന് ചോര ഒലിക്കുകയും അങ്ങേക്ക് ആക്രമണങ്ങൾ ഉണ്ടാവുകയും ശത്രുക്കളുടെ പരാജയം ഉണ്ടാവുകയും ചെയ്ത ആ ഒരു യുദ്ധത്തെക്കാളും വേദനയുള്ള ഒരു ദിവസം അങ്ങയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരിക്കാൻ ഇടയില്ലല്ലോ നബിയേ.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനുണ്ടായ അനുഭവമാണ് ത്വായിഫ്. മക്കയിൽ നിന്ന് 60-70 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലം. മലമടക്കുകളാണത്. തണുപ്പുള്ള പ്രദേശമാണ് ത്വായിഫ്. ചൂടുകാലത്ത് പോലും ശക്തമായ ചൂട് ത്വായിഫിലുണ്ടാവില്ല. വളരെ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. തണുപ്പുണ്ടാകുമ്പോൾ അതിശൈത്യമുള്ള സ്ഥലമാണിത് ത്വായിഫ്. കാരണം മലയാണ്, ഹൈ റേഞ്ചാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങൾക്കറിയുമോ, ഉണ്ട് ബീവി, ഞാൻ ത്വായിഫുകാരിലേക്ക് ചെന്ന ഒരു നാള് അതിനോളം കൈപ്പേറിയ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ആയിഷ. ആ ദിവസം അബ്ദുയാലീൽ ഇബ്നു അബ്ദുകുലാൽ എന്ന് പറയുന്ന മനുഷ്യനോട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, എനിക്ക് നുബുവത്ത് ലഭിച്ചിരിക്കുന്നു. മൂസ നബിക്കും ഇബ്രാഹിം നബിക്കും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും ഈസ നബിക്കും അല്ലാഹു നൽകിയ നുബുവത്ത് എനിക്കും അല്ലാഹു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവരെല്ലാവരും കൗതുകത്തോടെ ഒരുമിച്ച് കൂടി. പക്ഷേ കൗതുകമല്ല, കളിയാക്കാനായിരുന്നു. അവര് പറഞ്ഞു, നിങ്ങൾ നബിയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോയിട്ട് കഅബയുടെ കില്ല ഞാൻ പിച്ച് ചീന്തും, കഅബയുടെ മേൽവസ്ത്രം ഞാൻ പിച്ച് ചീന്തിക്കളയും. വേറൊരാൾ പറഞ്ഞു, അമാ വജദല്ലാഹു അഹദൻ ഗൈറക യബഅസ നബിയാ, നബിയായി നിയോഗിക്കാൻ നിങ്ങളെയല്ലാതെ മറ്റാരെയും അല്ലാഹു കിട്ടിയില്ലയോ? വേറൊരാൾ പറഞ്ഞു, ഇൻ കുൻത നബിയൻ ഫഅൻത അലാ അൻ അതകല്ലം മഅക, നിങ്ങളോട് സംസാരിക്കാൻ മാത്രം ഞാൻ ഇല്ലല്ലോ നിങ്ങൾ നബിയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഓരോരുത്തരും മുഖം തിരിഞ്ഞു പോയെന്ന് മാത്രമല്ല, അവിടുത്തെ പിഞ്ചുമക്കളുടെ കൈകളിൽ കല്ലുകൾ കൊടുത്തു പറഞ്ഞു, എറിഞ്ഞോടിക്കണം ഈ മനുഷ്യനെ, ആ മനുഷ്യൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളെ കല്ലെടുത്തെറിഞ്ഞു ഓടിച്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ മുറിവായി എന്ന് മാത്രമല്ല, കാലിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, കാലിൽ ചെറിയ മുറിവറ്റിയാൽ എത്രയാണ് വേദന. കാലിന്ന് വെറുതെ ഒന്ന് നഖം വെച്ച് കുത്തിക്കാൻ എന്ത് വേദന. കാല് നഖം മുറിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് കട്ടർ കയറിപ്പോയാൽ, മേലോട്ടൊന്ന് കയറി ഒന്ന് കട്ട് ചെയ്താൽ എന്ത് വേദനയായിരിക്കും. ചോര ഒരിക്കണമെന്നില്ല, അങ്ങ് ചോന്നിങ്ങ് നിൽക്കുന്നത് കാണാം അല്ലേ. പുണ്യ നബി തങ്ങളുടെ കാലിൽ നിന്ന് തൊലി ഒരിഞ്ഞു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിൽ നിന്ന് ചോര ഒലിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അവരോട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞോ, എനിക്ക് വീട് വേണം, പൈസ വേണം, എന്റെ മക്കളെ കെട്ടിക്കണം, എന്നെ സഹായിക്കണം, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒന്നും ചോദിച്ചില്ല. ആകെ ഒരൊറ്റ വാക്ക്, തുഅ്മിനൂന ബില്ലാഹി വഹ്ദഹ്. ബനൂ സഖീഫുകാരെ അവര് വലിയ ബിംബങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ്. വലിയൊരു ബിംബം ഉണ്ടായിരുന്നു. അവസാന കാലം ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് ആ ബിംബമൊക്കെ അവർ തച്ചുടച്ചത്. അങ്ങനത്തെ ബിംബങ്ങളെ വെച്ച് പൂജിക്കുമ്പോ കണ്ണുകളെ പടക്കുകയും മനുഷ്യരെ പടക്കുകയും ജന്തുജാലങ്ങളെയും ആകാശവും ഭൂമിയും സൂര്യനും, നാം ഈ കാണുന്ന സൂര്യൻ എത്രയാ, 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനമാണത്. 13 ലക്ഷം ഭൂമി സൂര്യന്റെ ഉള്ളിൽ വെച്ചുകൊടുത്താൽ 4 സ്ഥലം ബാക്കിയാണ്. 13 ലക്ഷം ഭൂമി, അത്ര വലുപ്പമുള്ള സാധനം അപ്പൊ കാണുന്നത്. എത്രയാ ചെറുതായിട്ട് കാണുന്നത്? എത്ര ദൂരെയാണത്, എത്രയാണ് അതിന്റെ വലുപ്പം. ഇതൊക്കെ പടച്ച തമ്പുരാൻ കൃത്യമായ അളവിലുള്ള ചൂട്, കൃത്യമായ വെയില്, കൃത്യമായ സൺലൈറ്റ്, അതില്ലെങ്കിൽ ഇവിടെ സൂര്യപ്രകാശമില്ലെങ്കിൽ ചെടികളില്ല, മനുഷ്യനില്ല, ജീവനില്ല. ജീവൻ നിലനിൽക്കണമെങ്കിൽ സൺലൈറ്റ് വേണം. സൂര്യപ്രകാശം അല്ലാണ്ട് ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല ഇവിടെ. അതുകൊണ്ടാണ് ബൈ ദ സൺ ആൻഡ് ബൈ ഇറ്റ്സ് ലൈറ്റ്സ്, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സത്യം ചെയ്യാൻ കാരണം. അത് അത്ഭുതമുള്ള സാധനമാണ്. ഇതൊക്കെ പടച്ചത് ഈ ബിംബങ്ങളാണോ? പിന്നെ അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇതൊക്കെ പടച്ച തമ്പുരാൻ വലഖദ് ഊഹിയ ഇലയ്യ, എനിക്കും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും അല്ലാഹു വഹീ നൽകിയിരിക്കുന്നു. അന്നഹു ഹുവല്ലാഹ്, അല്ലാഹു ഏകനാണ്. വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഈസ് വൺ ആൻഡ് ഓൺലി, there is no partner with him. അല്ലാഹുവിനെ നിങ്ങൾ ഒരേ ഒരുത്തനാണ്. അല്ലാഹുവിന് ശരീക്കില്ല, അല്ലാഹുവിന്റെ കൂടെ പാർട്ട്ണർ ഇല്ല, അല്ലാഹുവിന്റെ കൂടെ പങ്കുകാരില്ല. ദൈവം ചോദിച്ചിട്ടുള്ളൂ. അതിനാണ് കല്ലെടുത്തെറിഞ്ഞത്. തങ്ങൾ പറയുന്നുണ്ട്, അന്ന് ഒരു പാറക്കൂട്ടത്തിന്റെ അരികത്ത് വന്ന് ഞാൻ ഓടി വന്നിരുന്നു. തളർന്നിരിക്കുകയാണ്. അവരെറിഞ്ഞോടിച്ചതാണ്. ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തം ഉമ്മയുടെ നാട്ടുകാർ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയുടെ കുടുംബക്കാരാണ് അവരങ്ങനെ ചെയ്യുന്ന ഒരിക്കലും നബി വിചാരിച്ചില്ല. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിരിക്കുന്നു. അബൂ ത്വാലിബ് എന്നവർ വഫാത്തായി. മക്കയിലെ ഭൗതികമായ പ്രൊട്ടക്ഷൻ അല്ലാഹു എടുത്തു കളഞ്ഞു. അതിനുശേഷം പിന്നെ മിഅ്റാജിനെ കൊണ്ടുപോകുന്നത്. നബി ഞങ്ങൾ പറയുന്നു, അങ്ങനെ ഞാൻ ഖർനു സഅലിബിന്റെ മലമടക്കുകളുടെ പാറക്കെട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വഅന മഹ്മൂം, ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്തേന്നറിയോ, ഇത് ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളാണ്.
ഹാഷിമിയായ ഒരാളെ ഭ്രാന്തൻ എന്ന് പറയാന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റൂല. സിദ്ദീഖ് തങ്ങളുടെ കുടുംബം പോലെയല്ല ബനു ഹാഷിം. സിദ്ദീഖ് തങ്ങളുടെ കുടുംബം തൈമ് ഗോത്രമാണ്, തൈമിയാണ് സിദ്ദീഖ് തങ്ങൾ. അന്നത്തെ ഒരു ഖബീലത്തുൽ ദഈഫ ഇങ്ങനെ പറയാ, അന്നത്തെ ഒരു പാവം കുടുംബമാണ്. ബനു ഹാഷിം അങ്ങനെയല്ല, ഖുറൈശി മുരടിൽ നിന്ന് വരുന്നവരാണ്, ഖുറൈശി തറവാട്ടിൽ നിന്ന് വരുന്ന ക്ലാനാണ് ബനു ഹാഷിം. ബനു ഹാഷിമിലെ ഇത്രമേൽ ഇന്റലിജന്റ് ആയ ബുദ്ധിയുള്ള അൽ അമീൻ എന്ന ആളുകൾ വിളിച്ചിരുന്ന ഒരാളെ ഭ്രാന്തൻ എന്ന് വിളിക്കേ എന്തൊരു സങ്കടമുള്ളതാ. അത് ചെറിയ കുട്ടിയല്ല, 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. ഒരു മനുഷ്യന്റെ ശരീരവും ബുദ്ധിയും മെച്യൂരിറ്റി വരുന്ന പ്രായമാണ് 40. 40 കഴിഞ്ഞാൽ പിന്നെ കാര്യബോധം പരിപൂർണമായും ഒരു മനുഷ്യനിൽ ഉണ്ടാകുമെന്നാണ്. 40 കഴിഞ്ഞിട്ട് അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് കൊടുത്തത്. അതിന് എക്സെപ്ഷൻ നൂഹ് നബിയും ഈസാ നബിയും മാത്രമേ ഉള്ളൂ എന്നാ പറയാം. ബാക്കിയൊക്കെ 40-ലാണ്, പുണ്യനബി തങ്ങളടക്കം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെയാണ് ഇവരെ കളിയാക്കിയത്. ആ നബിയോടാണ് അവര്, നബി തങ്ങൾക്ക് 50 വയസ്സായിട്ടുണ്ട്, 52 വയസ്സായിട്ടുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ. അള്ളാഹുവിനോട് ഒരു ദുആ ദ്വാരക്കുന്നുണ്ട് നബി തങ്ങൾ. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ, അള്ളാഹുവേ ഞാൻ നിന്നോട് പരാതി പറയുന്നു റബ്ബേ, ശികായത്ത് ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവേ എനിക്ക് കുതന്ത്രങ്ങൾ അറിയില്ല റബ്ബേ, അള്ളാഹുവേ എനിക്ക് കുതന്ത്രങ്ങൾ അറിയില്ല, നേരെ പോവാൻ അറിയുള്ളൂ, വക്രമായ ചിന്തകളൊന്നും അറിയില്ല. അള്ളാഹുവേ ഞാൻ ദുർബലനാണല്ലോ. വഹവാനി അലന്നാസ്, ഈ ജനങ്ങളൊക്കെ എന്നെ വളരെ നിസ്സാരനാക്കി മാറ്റിയല്ലോ റബ്ബേ. ഇലാ മൻ തകിലുനി, ആരെയാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇലാ ജബ്ബാരിൻ യതജഹമുനി, അല്ലാഹുവേ സ്വച്ഛാധിപതികളായ ആളുകളെയാണോ നീ എന്നെ ഏൽപ്പിക്കുന്നത്? അവരെന്റെ മേൽ കുതിര കയറാൻ വരുന്നു. അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എന്റെ കാര്യം എന്റെ ശത്രുക്കളുടെ കൈകളിലേക്കാണോ അല്ലാഹുവേ നീ കൊടുക്കുന്നത്? നീയല്ലേ ഏറ്റെടുക്കേണ്ടത്? മനോഹരമായൊരു ദുആ ഉണ്ട് നമ്മുടെ ഏത് വിഷയവും പരിഹരിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയൊരു ദുആ. ആ വിഷയം റബ്ബേ നീ എനിക്ക് വേണ്ടി ഏറ്റെടുക്കണം എന്നാണ് ഇതിനർത്ഥം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. പനി വന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണത്. പനി വന്നപ്പോഴേ, പനി വരുമ്പോ ഒന്ന് ചൊല്ലി നോക്കി. ഡോക്ടറെ കാണിച്ചോളൂ, ഗുളിക കുടിച്ചോളൂ, പാരസെറ്റമോളൊക്കെ കുടിക്കണം, പക്ഷേ ഈ ദുആ കൂടെ ചൊല്ലണം എന്റെ കൂടെ. ഇനി ഗുളിക കുടിക്കുന്നതിന് മുമ്പാണെങ്കിലും ആദ്യമായിട്ട് ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നുണ്ട് കുട്ടികൾക്ക്, വേഗം തലയിൽ കൈവച്ചുകൊണ്ട് 7 പ്രാവശ്യം ഓതി കൊടുക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ. അല്ലാഹുവേ ഹയ്യും ഖയ്യൂമുമായ റബ്ബേ നീ എന്നെ ഏറ്റെടുക്കണമേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി, എന്റെ വിഷയം എന്നിലേക്കോ ഒരു മനുഷ്യനിലേക്കോ ഒരൽപ്പം പോലും, ഒരു കണ്ണിമ വെട്ടുന്ന വിഷയം പോലും അല്ലാഹുവേ നീ ഒരാളെയും ഏൽപ്പിക്കല്ലേ. എന്റെ വിഷയം നീ ഏറ്റെടുക്കണമേ. അല്ലാഹുവിനങ്ങട്ട് ഏൽപ്പിക്കാൻ പറ്റണം, മനസ്സുകൊണ്ട് ഏൽപ്പിക്കണം. നമ്മൾ ഏൽപ്പിക്കല് മക്കളെ ജോലി, മക്കളുടെ അക്കൗണ്ട്, ATM കാർഡ്, ഇതുമൊക്കെയാണ് തവക്കുല്. അള്ളാഹിന്റെ അടുത്ത് തവക്കുല് വളരെ കുറവാപ്പോ അല്ലെ. തവക്കുല് കിടക്കുന്നത് ATM കാർഡും മേല, ക്രെഡിറ്റ് കാർഡും മേല, ഡെബിറ്റ് കാർഡും മേല തവക്കുല്. അതില്ലെങ്കിൽ പേടിയാ, അതിൽ പൈസ തീർന്നാ കഴിഞ്ഞു. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയല്ല. ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടിയതാണ്. പൈസ കണ്ടായിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. തവക്കുൽ എവിടെയാണ്? അല്ലാഹുവിനെ ഏൽപ്പിക്കണം. പടച്ചതമ്പുരാൻ, അല്ലാഹുവേ നീ എന്നെ കൈവിടരുതേ. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ വേദനയും കാലിന്ന് ചോര വരുന്നതും എനിക്ക് വിഷയമല്ല റബ്ബേ എന്ന് പറഞ്ഞാൽ, അള്ളാഹു ദേഷ്യപ്പെടുമ്പോ മാത്രമാണ് പരീക്ഷിക്കുന്നത് എന്ന് പറയരുത്. അള്ളാഹിന്റെ റസൂലിന് പരീക്ഷണം വന്നത് അള്ളാഹിന്റെ റസൂലിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? നബി ദഅവത്തിനല്ലേ പോയത്? ദഅവത്തിന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധി വരും, എന്തൊക്കെ കളിയാക്കൽ കേൾക്കേണ്ടി വരും, എന്തൊക്കെ പരിഹാസങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അറ്റാക്ക് വരെ വരും, അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും മർഡർ ചെയ്തെന്ന് വരും, ഒരാളെ കൊല ചെയ്തെന്ന് വരും. ദഅവത്ത് ചെയ്യുന്ന ആളെ ഒക്കെ സ്വാഭാവികമാണ്. അത് വിചാരിച്ച് അള്ളാഹു വെറുത്തത് കൊണ്ടാണ് എന്നതിനർത്ഥമല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യും? പടച്ചതമ്പുരാൻ പരീക്ഷണം കൊടുക്കും. എന്നിട്ട് നബി തങ്ങൾ അങ്ങനെ അള്ളാഹുവിനോട് പറയുകയാണ്, ലക്കൽ ഉത്ബാ ഹത്താ തർളാ, അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എനിക്ക് വിഷമാണെങ്കിലും നിനക്കാണ് സ്തുതി റബ്ബേ, എനിക്ക് വേദനയാണെങ്കിലും നിനക്കാണ് സ്തുതി, എനിക്ക് സന്തോഷാണെങ്കിലും നിനക്കാണ് സ്തുതി. എല്ലാ നന്മയും എല്ലാ പൊലിമയും എല്ലാ ഹംദും ശുക്റും അല്ലാഹുവേ നിനക്ക് അവകാശപ്പെട്ടതാണ്. ലക്കൽ ഉത്ബാ ഹത്താ തർളാ.
തങ്ങൾ പറയുന്നു, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പിലേക്ക് വരുന്നു. ഒരു മുന്തിരിയുടെ ഒരു ബഞ്ചുമായിട്ട് എന്റെ മുമ്പിലേക്ക് വരാണ്. എന്റെ അരികത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, എന്റെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പേര് പറഞ്ഞെടുത്തു. ഇത് നിങ്ങൾ കഴിച്ചോളൂ. പറഞ്ഞു, ഇത് ആരുടേതാണ്? ഇത് നിങ്ങളുടേതാണ്? പറഞ്ഞു, അല്ല, ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാണ്. ഇത് ആരുടെ തോട്ടമാണ്? ഇത് ഉത്ബയുടെ തോട്ടമാണ്. അദ്ദേഹത്തിന് പൊരുത്തമാണോ? അതേ, പൊരുത്തമാണെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചോളൂ. തങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മുറുക്ക് വെള്ളം കിട്ടിയിട്ടില്ല, ഒരിറക്ക് വെള്ളം കിട്ടിയിട്ടില്ല. അത്രയും നടന്നുപോയ യാത്രയാണ്. 60 കിലോമീറ്റർ നടന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ തിരിച്ചു പോരുന്ന രംഗാലോചിച്ച് നോക്കി. യാ അല്ലാഹ്, എന്തായിരിക്കും അതല്ലേ? എന്തൊരു വിഷമായിരിക്കും. ഇന്നത്തെ പോലെ റോഡ് സൈഡിൽ കടകളൊന്നും ഇല്ലല്ലോ വാങ്ങി കുടിക്കാൻ. ഹബീബായ നബി തങ്ങൾക്ക് ആ ഒരു മുന്തിരി കൊണ്ടുപോയി കൊടുത്തപ്പോ ഈ അദ്ദാസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ അവിടെ മുമ്പിലിരുന്ന് ഹബീബിനെ ഇങ്ങനെ നോക്കുകയാണ്. എന്തോ ഒരു നല്ല മനുഷ്യൻ. എന്തിനാണാവോ ആളുകൾ ഈ മനുഷ്യനെ ഇത്രമേൽ വേദനിപ്പിക്കുന്നത്? ഈ മുന്തിരി നബി തങ്ങൾക്ക് ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നബി തങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മറ്റൊരാളുടേത് പൊരുത്തമില്ലാത്തത് എനിക്ക് വേണ്ട. ഇതാണ് ഒരു മുസ്ലിമിന്റെ പോളിസി. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത്, ഒരാളുടെ പൊരുത്തമില്ലാത്തത് എനിക്ക് വേണ്ട. ഹബീബായ നബി തങ്ങൾ ആ മുന്തിരി കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് പറഞ്ഞപ്പോൾ അദ്ദാസ് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താണ് ഇപ്പൊ പറഞ്ഞത്? ലാ യഖൂലുഹു അഹദുൻ മിൻ ബൈനിനാ, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളും അങ്ങനെ ഒരു വാക്ക് പറയാറില്ലല്ലോ. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? പറഞ്ഞു, ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ ശുക്ർ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്റെ പേര് അദ്ദാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയാണ്. പിന്നെ സ്വഹാബിയായിട്ട് മാറുകയാണ്. റളിയല്ലാഹു അൻഹു ആണ് അദ്ദാസ്. ഞാൻ ക്രിസ്ത്യാനിയാണ്. തങ്ങൾ ചോദിച്ചു, ഏത് നാട്ടുകാരനാണ്? പറഞ്ഞു, ഞാൻ നീനവ എന്ന പ്രദേശത്തുകാരനാണ്. നീനവ ഇന്നത്തെ ഇറാഖിലുള്ള ഒരു നഗരമാണ്. നീനവ ഇന്നുണ്ട്, ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും നീനവ. ഞാൻ നീനവക്കാരനാണ്. തങ്ങൾ ചോദിച്ചു, നീനവക്കാരനോ? അതെ, നീനവയിലാണല്ലോ യൂനുസ് ഇബ്നു മത്ത എന്നവരുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് നബിയുടെ നാടാണല്ലോ നീനവ. നീ ആ നാട്ടുകാരനാണോ? പറഞ്ഞു, അതെ. യൂനുസ് നബിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഇറാഖിൽ വന്നിട്ടുണ്ടോ? ഇല്ല. യൂനുസ് നബിയെ എനിക്കറിയാം. കാരണം ഞാനും യൂനുസ് നബിയും അള്ളാഹുവിന്റെ പ്രവാചക ശൃംഖലയിൽ വരുന്ന സഹോദരങ്ങളാണ്. എന്റെ അഖാണ്, എന്റെ സഹോദരനാണ് യൂനുസ് അലൈഹിസ്സലാം. ഞാൻ നബിയാണ്, അവരും നബിയായിരുന്നു. അങ്ങനെയോ? യൂനുസ് നബിയുടെ കഥ നീനവക്കാർക്ക് മറക്കാൻ കഴിയില്ല. മത്സ്യത്തിന്റെ വയറ്റിൽ പോയി കിടന്ന യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാമിൽ നീനവക്കാർക്കറിയാം. പക്ഷെ നീനവയിലെ കഥ എങ്ങനെ മക്കയിലുള്ള നബിക്കറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ നബി തങ്ങൾ കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാൾ ചോദിച്ചു, അങ്ങ് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ. എന്താണ് അങ്ങ് എന്താണ് ലോകത്തോട് പറയുന്നത്? എന്താണ് ജനങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നത്? നബി തങ്ങൾ ദീൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ത്വായിഫിൽ പോയി വന്നിട്ട് കിട്ടിയ ഒരേ ഒരു മനുഷ്യനായ മുഅ്മിൻ. ജിന്നുകൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. നബി തങ്ങൾ മദീനയിൽ നിന്ന് ത്വായിഫിൽ നിന്ന് വരുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ കേട്ട് മുസ്ലിമീങ്ങളായത്. പക്ഷെ മനുഷ്യരിൽ ത്വായിഫിൽ നിന്ന് മുസ്ലിമായ ഒരേ ഒരു സ്വഹാബിയാണ് അന്നുണ്ടായത്. അത് ക്രിസ്ത്യാനിയായിരുന്ന അദ്ദാസ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഒരു മനുഷ്യൻ അന്ന് ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ കൈകളിലൂടെയാണ് ഹബീബായ നബി തങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മുന്തിരി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നോക്കണം, അള്ളാഹു ചെയ്യുന്ന സൗഭാഗ്യം നോക്കണേ. ആ ഒരു തങ്ങളുമായുള്ള ഇടപാടിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ തോന്നുന്നു, മുസ്ലിമാവുന്നു. നമുക്ക് ഉമ്മു മഅബദിലേക്ക് വരാം. ദാഹിച്ചു വലഞ്ഞ് മദീനയിലേക്ക് 11 ദിവസം എടുത്ത് നടത്തിയ ഹബീബായ നബിയുടെ യാത്രയാണത്. 11 ദിവസത്തെ യാത്ര. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ആടിന്റെ അകിടിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തങ്ങളുടെ പരിശുദ്ധമായ കൈകൊണ്ട് പാല് കറന്നു. നോക്കുമ്പോൾ അകിട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, പാല് ചുരന്നു വന്നുകൊണ്ടിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സിദ്ദീഖേ, ഉമ്മു മഅബദിനോട് ഒരു വലിയ പാത്രം തരാൻ വേണ്ടി പറയണം. ആ പാത്രം കൊണ്ടുവന്നു. പുന്നാര നബി അതിലേക്ക് പാല് കറന്നു. ഹത്താ അലതുഹു റഗ്വ, നുര പതച്ചു വരുമാർ പാല് നിറഞ്ഞിട്ടുണ്ട് ആ പാത്രത്തിൽ. ഉമ്മു മഅബദ് അന്തം വിട്ട് നിൽക്കുകയാണ്. റളിയല്ലാഹു അൻഹാ
ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ ഒറ്റ കാര്യമാണ് പറയുന്നത്, എനിക്ക് മുസ്ലിമാവണം, അങ്ങയുടെ കൂടെ അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ പാലിന്റെ വിശേഷം അറിയണം. പാല് കറന്നു കഴിഞ്ഞപ്പോ ആദ്യം നബി തങ്ങൾ കൊടുക്കാൻ പറഞ്ഞത് ഉമ്മു മഅബദ് ബീവിക്കും മക്കൾക്കുമാണ്. അത് കഴിഞ്ഞ് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന കൂടെയുള്ള മുസ്ലിമായ വഴികാട്ടിയുണ്ട്. അബ്ദുല്ലാഹ്, നിങ്ങൾ കുടിക്കിൻ. പേര് അബ്ദുല്ലാഹ് എന്നാണ്, പക്ഷെ അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്നവരെ കുടിച്ചു. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിച്ചു. പിന്നെ ഉമ്മു മഅബദിന്റെ ഭർത്താവ് ദൂരേക്ക് ഈ ആടുകൾക്ക് പുല്ലന്വേഷിച്ചു പോയതാണ്. അയാൾക്ക് വേണ്ട പാലും എടുത്തു വെച്ചതിന് ശേഷം ഉമ്മ ശരിബ റസൂലുള്ളാഹ്, എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ കുടിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണമാണത്. അന്ന് മരുഭൂമിയിൽ ഹുദൈബിയ സന്ധിയിലേക്ക് വരുന്ന ഉംറയിലേക്ക് വരികയായിരുന്ന സംഘത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ആദ്യത്തെ ആ ഒരു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ്, 2 മുസാദത്തൈൻ, 2 തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു കൊണ്ടുവന്ന ആ ഒരു പെണ്ണിന്റെ കാരണത്തിലൂടെ സ്വഹാബികൾക്ക് ഒരു ഉപകാരം കിട്ടിയപ്പോ ആ ഉമ്മാക്ക് തിരിച്ചു ഉപകാരം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴും ആ പെണ്ണ് മുസ്ലിമായിട്ടില്ല. പക്ഷേ ഒരു പെണ്ണാണ് അവരമുസ്ലിമാണെങ്കിൽ തന്നെയും അവരോട് മാന്യമായി പെരുമാറിയിട്ടും അവർക്ക് സ്നേഹവും സമ്മാനവും കൊടുത്താണ് നബി തങ്ങൾ പറഞ്ഞയക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബിന്റെ ഒരു ചര്യയാണ്. അമുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഈ ഒരു ശീലം പുണ്യ നബി തങ്ങളുടെ ഈ ചര്യയാണ് പുലർത്തേണ്ടത്. ഇതാണ് നമ്മുടെ മാതൃക. ഇത് ഹബീബിന്റെ മാതൃകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അത്രമേൽ മാന്യമായ പെരുമാറ്റമാണ് അവരോട് ചെയ്തത്. സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ നബിയുടെ മുമ്പിലേക്ക് വന്നുവല്ലോ. അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ട് ഒരുപാട്. അദ്ദേഹം തൗറാത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. തൗറാത്തിൽ പുണ്യ നബിയുടെ വിശേഷണങ്ങൾ വായിച്ച കൂട്ടത്തിൽ അറിയാം ഈ നബി സത്യസന്ധരാണ്. അതൊക്കെ ചെക്ക് ലിസ്റ്റാണ്. നബി അത് കറക്റ്റ് ആണല്ലോ, കാണുന്നുണ്ട്, സത്യസന്ധനാണ്. ഈ പ്രവാചകൻ നുണ പറയാറില്ല, ആരെയും വഞ്ചിക്കില്ല, അതും ശരിയാണ്. ഈ പ്രവാചകന്റെ വാക്കുകൾ വടിവത്ത വാക്കുകളാണ്, ജവാമിഉൽ കലിം, അത് കറക്റ്റാണ്. ഈ പ്രവാചകന്റെ മുഖശ്രീ ഇങ്ങനെയാണ്, അത് കറക്റ്റാണ്. അവിടെ ഒരു പ്രവാചകത്വത്തിന്റെ സീൽ ഓഫ് പ്രൊഫറ്റ്ഹുഡ് അതുണ്ട് നബി തങ്ങളുടെ റൈറ്റ് ഷോൾഡറിൽ, അതും കറക്റ്റാണ്. ഓരോന്നും കണ്ടുകൂട്ടത്തിൽ ഹലീമുൻ ഇൻദൽ ഗളബ്, എത്ര ദേഷ്യം പിടിപ്പിച്ചാലും ഈ പ്രവാചകന് ക്ഷമയാണ് വർദ്ധിക്കുക. ദേഷ്യം പിടിപ്പിക്കുന്നതനുസരിച്ച് ക്ഷമ വർദ്ധിക്കും. അങ്ങനത്തെ നബിയാണ്. ഇപ്പൊ ആളുകളെ ഈ കോമഡി ആയിട്ട് ഈ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും അല്ലെ. ജസ്റ്റ് ഫോർ ലാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വേൾഡ് ഫേമസ് ചാനലുകളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഫോർ ലാഫ്സ്, വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ കോമാളിയൊക്കെ. എന്നിട്ട് ആ ആള് ചൂടായി ദേഷ്യപ്പെട്ട് അവസാനം തല്ലാൻ നിൽക്കുമ്പോൾ അവിടെ ക്യാമറ ഉണ്ട് കേട്ടോ എന്ന് പറയാം. അപ്പൊ ചിരിച്ച് കെട്ടിപ്പിടിച്ച് സമ്മാനമായി പോവാ. ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കും, എന്ത് ചെയ്യും? മനുഷ്യൻ അങ്ങ് ദേഷ്യം പിടിച്ച് കയറിപ്പോവും. റിയലായി നിൽക്കുമ്പോൾ എങ്ങനെയാ ബിഹേവ് ചെയ്യാന്ന് നോക്കാനാണ് ചെയ്യുന്നത്. ചിലർക്ക് കാട്ടിക്കിട്ടാറുണ്ട് ചില ക്യാമറമാർക്ക്. പിന്നെയാണ് കഥ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ റെക്കോർഡിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോ പുണ്യ നബി തങ്ങളുടെ വിഷയത്തിൽ തങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാൽ the more you make him angry, the more he will be patient. ഇങ്ങനൊരു സംഭവം നബിയിൽ കണ്ടിട്ടില്ല, അവസരം ഉണ്ടായിട്ടില്ല. അതുണ്ടാക്കാൻ ഈ സയ്യിദ് ഇബ്നു സഅന ഒരവസരം നോക്കി നടക്കുകയാണ്. അദ്ദേഹം കുറച്ച് കാശുമായി വന്നു നബിന്റെ അടുത്തേക്ക്. തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ നബി എന്ന് വിളിക്കൂല, കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ പുരോഹിതനാണ്. പറഞ്ഞു, എൻ്റെ അടുത്ത് കുറെ കാശുണ്ട്, ആ കാശ് നിങ്ങൾക്കിപ്പോ സാമ്പത്തിക പ്രയാസമൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അവധിക്ക് ഞാൻ കടമായിട്ട് തരാം. അപ്പൊ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൽ നിന്നൊരു സഹായം സ്വീകരിക്കുന്നതിന് അവരുമായി കച്ചവടം കൂടുകൂട്ടത്തിനൊന്നും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കരുത് തന്നെയാണ് നബി തങ്ങളുടെ രീതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊന്നും പ്രയാസമില്ല. തങ്ങളത് സ്വീകരിച്ചു. ഒരു അവധി പറഞ്ഞു, ഇത്ര ദിവസം കഴിഞ്ഞ്, ഇത്ര ആഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാം. സയ്യിദ് ഇബ്നു സഅന ഒരു നാടകം കളിക്കാൻ വേണ്ടി പോവാണേ. അദ്ദേഹം പൈസയും കൊടുത്ത് നബി തങ്ങളുടെ അടുത്ത് ഇറങ്ങിപ്പോന്നു. ഇനി ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ തിരിച്ചു തരേണ്ടത്. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വരുന്നു. ആ സദസ്സിലുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, അൻതും ബനൂ അബ്ദുൽ മുത്തലിബ് മുമാതിലൂൻ.
അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിയല്ലേ. ആ ഒരു വല്യാപ്പാന്റെ പേര് പറഞ്ഞാൽ പിന്നെ അവർക്ക് അഭിമാനമാണ്. വല്യാപ്പാന്റെ പേര് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കള് കടം വാങ്ങിയ തിരിച്ചു തരാത്ത മനുഷ്യന്മാരാണല്ലേ എന്ന് പറഞ്ഞു. മുമാത്തുൽ മത്തലുൽ ഗനിയ്യ ദുൽമുൻ. ഒരു പൈസ കടം വാങ്ങിയിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാൻ സൗകര്യവും കാശും കയ്യിൽ കിട്ടിയിട്ട് പുതിയ വൈക്കും വാങ്ങി അടിച്ചു പൊളിച്ച് നടക്കുക, അവനവന്റെ ആവശ്യങ്ങളൊക്കെ നടത്തുക, താൻ കടം വാങ്ങിയ ആൾക്ക് കൊടുക്കേണ്ട പൈസ തിരിച്ചു കൊടുക്കാതെ ഒറ്റക്ക് വരച്ച. ഇന്ന് ഇങ്ങനത്തെ ഒരു കാലമാണ്. കടം കൊടുത്ത ആളാ പേടിക്കേണ്ടത്, വാങ്ങിയ ആളല്ല. വാങ്ങിയ ആൾ കൂളായിട്ട് ജീവിക്കാൻ. നിന്റെ കടയുടെ ആ പൈസ അത് വേണ്ടേ, ഒന്ന് തരണ്ടേ, എപ്പോഴാ തരാ എന്ന് ചോദിച്ചാൽ കച്ചറയായി. അത് ചോദിക്കാൻ പാടില്ല. ഇവന് വാങ്ങിപ്പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ അവൻ അടിച്ചു പൊളിച്ച് നടക്കുകയും ചെയ്യാം. ആ കൊടുത്ത മനുഷ്യന്റെ പൈസ തിരിച്ചപ്പോഴാ തരിക എന്ന് ചോദിച്ചാൽ പിന്നെ മിണ്ടൂല. പിന്നെ കുടുംബം തെറ്റി, നാട്ടുകാർ തെറ്റി, പിണക്കായി, കൊടുത്ത ആള് മോശക്കാരനായി. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെയൊക്കെ പലിശയിലേക്ക് എത്തിക്കുന്നത്. ഒരു മനുഷ്യൻ കടം തരാതെ ആവും. അപ്പൊ പിന്നെ ഹറാമായ ബാങ്കിൽ പോയി പണയം വെച്ചിട്ട് പലിശക്കെടുത്ത് കൊണ്ടുവരേണ്ടി വരും. എന്തേ? ഹലാലായ രീതിയിൽ ഒരു മനുഷ്യൻ സഹായിക്കാൻ നിന്നാൽ അത് ഉപദ്രവമായി മാറുന്ന കാലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യന്മാരോട് കടം വാങ്ങി ജീവിക്കുക, എന്നിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക. അവനവന്റെ കടം വീട്ടണ്ടേ? മത്തലുൽ ഗനിയ്യ ദുൽമുൻ. ളാലിമീങ്ങൾ പറയില്ല, ളാലിമീങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ട്. നീ ളാലിം എന്ന് പറഞ്ഞതിൽ പൈസ കൊടുക്കാൻ കയ്യിൽ കാശുണ്ടായിട്ട് നാളെ തരാം മറ്റന്നാ തരാ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ ളാലിമീങ്ങളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ. അവർ അക്രമികളാണ്. മത്തലുൽ ഗനിയ്യ ദുൽമുൻ. സയ്യിദ് ഇബ്നു സഅദ് നബി തങ്ങളോട് വന്ന് പറയാണിത്. നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ ആൾക്കാരെ കടം വാങ്ങിട്ട് തിരിച്ചു തരൂലല്ലേ? തങ്ങളുടെ കണ്ണുങ്ങട്ട് തങ്ങൾക്ക് എന്താ വിഷയം എന്ന് വെച്ചാല്, തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഒരാളും പറയാൻ പാടില്ല. അതാണ് തങ്ങളുടെ എണീറ്റ് ഓടുന്നത്. തങ്ങൾ പറഞ്ഞു, ഉമർ അവിടെ ഇരിക്കും. സയ്യിദ് ഇബ്നു സഅദ നിങ്ങളുടെ വിഷയം എന്താണെന്ന് പറയും. എന്റെ പൈസ എടുക്കും. പറഞ്ഞു സയ്യിദ് ഇബ്നു സഅദ, സമയമായില്ലല്ലോ, നിങ്ങൾ എനിക്ക് തന്ന അവധി സമയമാകുമ്പോഴല്ലേ തരേണ്ടത്, സമയമായില്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എന്റെ പൈസ ഇപ്പൊ വേണം, ഇപ്പൊ തരണം. പുണ്യനബി ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല, കാരണം അത് കൊടുക്കേണ്ട സമയമായിട്ടില്ല. ഇപ്പൊ ഹജ്ജ് ഉംറക്കൊക്കെ പോകുമ്പോഴേ ചില പറയും കടമുള്ള ആൾക്കാർ ഉംറക്ക് പോകാൻ പറ്റില്ല, ഹജ്ജിന് പോകാൻ പറ്റില്ല. അതെങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് കടമുണ്ട്, നിങ്ങൾ ആ കടം വീട്ടാതെ ആ പൈസ കൊണ്ട് ഉംറക്ക് പോയാൽ ജന്മത്തിൽ വേറെ 5 പൈസ നിങ്ങൾക്ക് വരാനില്ല. ഈ ഉംറ അങ്ങോട്ട് ചെയ്താൽ ഈ കടം അങ്ങോട്ട് ബ്ലോക്ക് ആവും, മരണം വരെ വീട്ടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോകരുതെന്നാ. അല്ല, നിങ്ങൾ ഉംറക്ക് പോയി കടം വീട്ടാൻ ഇനിയും സമയം ബാക്കിയുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, നിങ്ങൾക്ക് വരുമാനമുണ്ട്, അത് വേറെ സമ്പത്ത് വിറ്റിട്ടോ വീട് വിറ്റിട്ടോ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റും, വരുമാനം ബാക്കിയുണ്ട്, പിന്നെ കൊടുത്താൽ മതി, സമയമായിട്ടില്ല. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം. പോവരുത്, കടമുള്ളവർ പോകരുതെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ആ കടം അങ്ങനെ ബാക്കിയാവും, പിന്നെ ഒരു 5 പൈസ അയാൾക്ക് ഉണ്ടാവില്ല. ഈ ഉംറ ചെയ്താൽ ഉംറേ കിട്ടുള്ളൂ, കടം മരണം വരെ ബാക്കിയാവും. അങ്ങനെ ഉണ്ടെങ്കിലേ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നല്ലാതെ എനിക്ക് കടമുണ്ടല്ലോ, ഇവിടെ ഒരുപാട് വരുമാനം ഉണ്ടാവും, സ്ഥലം ഉണ്ടാവും വിൽക്കാൻ, അത് വിൽക്കില്ല, അല്ലെങ്കിൽ വേറെ വരുമാനങ്ങളുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, അയാൾക്ക് ജോലിയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉംറ നിർവഹിക്കണം. അതിന്റെ സമയം വൈകുന്നേരമായി കഴിഞ്ഞിട്ട് കാര്യമില്ല. മഗ്രിബായിട്ട് പോയിട്ട് ഉംറ ചെയ്താലേ ഇവനെ വീൽ ചെയറിൽ പോകേണ്ടി വരും. ഒറ്റക്കണ്ട് നടക്കണ ആ ഒരു നടത്തം കിട്ടണമെങ്കിലേ ലുഹറിന് തന്നെ പോകണം. എന്നാലേ എന്തെങ്കിലും ആയുസിന്റെ ലുഹറിനിട്ടോ ചെറുപ്പ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് പോയിക്കോളി. മഗ്രിബായി കഴിഞ്ഞ് പിന്നെ ഇഷായി, പിന്നെ സമയം കഴിഞ്ഞു. അപ്പൊ അതിന്റെ റാഹത്ത് കിട്ടൂല. ആ കിടങ്ങാറായി കൂടുതലുള്ള ആൾക്കാരും നിങ്ങളെ നോക്കണം, നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല, പ്രയാസമായി പോകും. പറ്റുന്നവരെന്ത് ചെയ്യണം? വല്ലാണ്ടാണ് വൈകിപ്പിക്കേണ്ട. അസറൊന്നും ആകണ്ട, ഒരു ളുഹർ അസറിന്റെ അടിയിൽ തന്നെ പോയിക്കോളി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മത്തലുൽ ഗനിയ്യ ദുൽമൻ അൻതും ബനു അബ്ദുൽ മുത്തലിബ് മുമാത്സിലൂൻ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്താണ് ഇയാൾ ഈ പറഞ്ഞ നബിയെ? അങ്ങയുടെ വാപ്പയെ പറ്റി, അബ്ദുൽ മുത്തലിബ് എന്നവരെ പറ്റി ഇയാളെ ചീത്ത വിളിക്കുകയാണല്ലേ, ഇതെനിക്ക് സഹിക്കൂല നബിയെ, ഞാൻ ഇയാളെ വകവരുത്തട്ടെ എന്ന് ചോദിക്കും ഉമർ റളിയല്ലാഹു അൻഹു. എപ്പോഴും ഉമർ തങ്ങളുടെ കയ്യിൽ ഒരു യാത്രക്കാരൻ കരുതുന്ന ഒരു വാളുണ്ട്. ഉമർ തങ്ങൾ എഴുന്നേറ്റു. നബി തങ്ങൾ പറഞ്ഞു, ഉമറെ എവിടെ നിൽക്കിൻ, ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഉമർ തങ്ങൾ വാൾ ഇങ്ങോട്ട് ഊരി. ഉമറെ, നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത്? തഅമുറുനി ബിഹുസ്നിൽ ഖളാ വതഅമുറുഹു ബിഹുസ്നിൽ ഇസ്തിഖാ. നിങ്ങൾ പറയേണ്ടത് ഇസ്തിഖ്ലാ, ആ മനുഷ്യനോട് മാന്യമായിട്ട് കടം തിരിച്ചു ചോദിക്കാനും എന്നോട് മാന്യമായി കടം വീട്ടാനുമല്ലേ ഉമറേ പറയേണ്ടത്. നിങ്ങളുടെ കടം ദേഷ്യപ്പെടാണോ വേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുകയാണ് വേണ്ടത്. അയാൾ എനിക്ക് കടം തന്നു, ആ കടം ഞാൻ തിരിച്ചു കൊടുക്കണം, പക്ഷെ സമയമായിട്ടില്ല, അത് അയാളുടെ മിസ്റ്റേക്ക്. ചോദിച്ച സ്ഥിതിക്ക് ഉപകാരം ചെയ്ത ഒരാളെ വന്ന് പേടിപ്പിക്കണോ? നിങ്ങൾ പറയേണ്ടത് നബിയെ അത് മാന്യമായിട്ട് കൊടുക്കിൻ, അയാൾക്ക്
കൊടുക്കാൻ പറ്റുന്ന രീതി ഇപ്പൊ കൊടുക്കല്ലേ, നാളെ സംഘടിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വാഅദ ചെയ്ത ഇന്ന സമയമാകുമ്പോൾ ഞാൻ തരും, അങ്ങനെയെങ്കിലും നിങ്ങൾ പറയും. അയാളോട് പറയും, സയ്യിദ് ഇബ്നു സഅന, ലോകത്തിന്റെ ഗുരുവിനെ, ഞങ്ങൾ ആദരിക്കുന്ന ഞങ്ങളുടെ റസൂലിനെ ഇങ്ങനെ വന്ന് നിങ്ങൾ അപമാനിക്കരുത്. ഞങ്ങളുടെ ഗുരുനാഥനാണ്, ഞങ്ങളുടെ ഉസ്താദാണ്, ഞങ്ങളുടെ മുഅല്ലിമാണിത്. ആ ഒരാളെ നിങ്ങൾ അപമാനിക്കരുത്, അത് ഞങ്ങളുടെ ദീനിനെ അപമാനിക്കലാണ്. അതുകൊണ്ട് സയ്യിദ് ഇബ്നു സഅന, നിങ്ങൾ മാന്യമായിട്ട് ചോദിക്കോളൂ, നിങ്ങളുടെ കടം തിരിച്ചു തരുന്ന ചോദിച്ചാൽ പോരെ. അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു വലിയൊരു തറവാടിനെ നിങ്ങൾ അപമാനിക്കണോ? ഇങ്ങനെയല്ലേ ഉമറേ നിങ്ങൾ പെരുമാറേണ്ടത്? നിങ്ങൾ വാളെടുത്തൂരി വീരശൂരനായി നിങ്ങളുടെ ശൂരത്വം കാണിക്കണോ എന്ന് പുണ്യനബി തങ്ങൾ ചോദിച്ചപ്പോ സയ്യിദ് ഇബ്നു സഅന പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിച്ചത് അപ്പോഴാണ്. ഈ റസൂൽ ഹലീമുൻ ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോഴും ദേഷ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്ഷമ വർദ്ധിക്കുന്ന ആളാണ്. എത്ര കണ്ട് ദേഷ്യം പിടിപ്പിച്ചാലും ഈ റസൂൽ ശാന്തനാവുകയുള്ളൂ. ആ നബി തങ്ങൾ പൊട്ടിത്തെറിക്കൂല. അങ്ങനത്തെ റസൂലാണ് അന്ത്യ റസൂൽ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ തൗറാത്തിന്റെ കിതാബിൽ. അത് മാത്രം എനിക്ക് കാണാൻ അവസരമുണ്ടായില്ല, അതുകൊണ്ട് അതിപ്പോ ഞാൻ കാണാൻ അവസരമുണ്ടായി. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു, ഈ റസൂൽ തന്നെയാണ് അന്ത്യപ്രവാചകൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിക്ക് ആവശ്യമായ ചെലവിലേക്ക് ഇന്ന് രാത്രി ഇവിടെ പരിപാടി ഉണ്ടല്ലേ, ഇവിടെ മത്സരം എന്തൊക്കെയുണ്ടല്ലേ, നമ്മുടെ ഇസ്ലാമിക് മാഷപ്പ് ഗ്രാൻഡ് ഫിനാലെ നടക്കുകയാണ്. മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറാക്കി തരട്ടെ. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിലേക്ക് വേണ്ട സഹായങ്ങളാണ് നമ്മുടെ ഈ ബക്കറ്റ് വിരിയിലൊക്കെ നടക്കുക. അതൊരു ചെറിയ ഒരു ഫണ്ടിങ് ആണ്, എല്ലാവരും സഹകരിക്കണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമായി. അപ്പോ സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നെ ഒരു യുദ്ധത്തിൽ ഷഹീദായിട്ട് മരിക്കുന്നത് യമാമ യുദ്ധത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്ര നല്ല വലിയ ഹസുന ഇസ്ലാമുഹു, വലിയ മഹാനായി മാറി. അദ്ദേഹം പറഞ്ഞു, അപ്പൊ നബി തങ്ങൾ ഈ സംഭവത്തിനിടക്ക് പറഞ്ഞു, ഉമറേ, ആ കൊടുക്കാനുള്ള പൈസ നിങ്ങൾ കൊടുക്കിൻ, പുറമെ 20 ഊഖിയ, ഒരു 20 ഔൺസ് സ്വർണം ഏറെയും കൊടുക്കണം. അത് തന്നതിലേറെ. പലിശയാണോ? പലിശ അല്ല. അത് എന്തിനാണത് നബിയെ? ഏറെന്തിനാ? അവൻ നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ അയാളെ പേടിപ്പിച്ചില്ലേ വാളക്കെടുത്തിട്ട്? ആ പേടിപ്പിച്ചതിന് പകരമാണ് 20 ഔൺസ് സ്വർണം കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സയ്യിദ് ഇബ്നു സഅന പറഞ്ഞത്, ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ ഒരു അന്ത്യ റസൂലിന് മാത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കി, എന്തൊക്കെ നാടകം കളിച്ചു നോക്കി, പക്ഷേ ആ ഹബീബ് മൗനിയാണെന്ന് മാത്രമല്ല, കൂടെയുള്ള അനുയായിയോട് നിങ്ങൾ ദേഷ്യപ്പെടരുത് ഉമറേ, ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. തഅമുറുനി ബിഹുസ്നിൽ ഖലാ വതഅമുറുഹു ബിഹുസ്നിൽ ഇസ്തിഖ്ലാ. ആ മനുഷ്യനോട് മാന്യമായി കടം തിരിച്ചു ചോദിക്കാനും എന്നോട് മാന്യമായി ഇത് തിരിച്ചു കൊടുക്കാനുമല്ലേ പറയേണ്ടത്? നിങ്ങൾ ദേഷ്യപ്പെടാണോ വേണ്ടത്? അതുകൊണ്ട് ഉമറേ, 20 ഔൺസ് ഏറെ കൊടുക്കണം ഇയാൾക്ക്, നിങ്ങൾ പേടിപ്പിച്ചതിന് പകരം. അപ്പോഴാണ് സയ്യിദ് ഇബ്നു സഅന പറഞ്ഞത്, നബിയേ, ആ 20 ഔൺസ് എനിക്ക് വേണ്ട, ഞാൻ തന്ന കാശും എനിക്ക് വേണ്ട. ഫഇന്നഹാ സദഖത്തുൻ ഫീ സബീലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദാനമായി ഞാൻ തന്നിരിക്കുന്നു, എനിക്കത് വേണ്ട. എന്നിട്ട് കഥ പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങയെ പരീക്ഷിച്ചതാണ്, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ. അങ്ങ് ഹലീമുൻ ഇൻദൽ ഗളബ് എന്ന് ഞാൻ അങ്ങയെ കുറിച്ച് വായിച്ചത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ എടുത്തൊരു നാടകമായിരുന്നു നബിയെ. ഇത് എനിക്ക് ബോധ്യപ്പെട്ടു, അങ്ങ് അന്ത്യ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി മദീനയിലേക്ക് വന്നിരിക്കുകയാണ്, കാല് വെച്ചിരിക്കുകയാണ് മദീനയിൽ. സ്വഹാബികൾ മുഴുവനും അവരെ മനോഹരമായ പാട്ടുപാടി മദീനക്കാർ മുഴുവനും, അൻസ്വാരികൾ, മുഹാജിറുകൾ എല്ലാവരും ഹബീബിനെ സ്വീകരിച്ചിരുത്തിയിരിക്കുകയാണ്. ആ സമയം മദീനക്കാരനായ ജൂതനായ മനുഷ്യൻ, ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിം അല്ല, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രവാചകർ വരും, ആ റസൂലിന്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റസൂൽ നമ്മുടെ മാതൃകയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. പുണ്യ നബിതങ്ങളിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാതൃകയുണ്ട്. ആ റസൂൽ എങ്ങനെയാ ജീവിച്ചത്, അങ്ങനെ ജീവിക്കാനാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബിതങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവര് മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ ഹദീസിന്റെ റാവി അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നും പറയാറുണ്ട് മഹാനവറുകൾ. മദീനയിലെ ആദ്യത്തെ ഹദീസാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മദീനയിലെ ആദ്യത്തെ ഹദീസാണിത്. മദീനയിൽ നബി തങ്ങൾ വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ആദ്യത്തെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അദ്ദേഹം പറയാം, ഞാനിങ്ങനെ നോക്കി ഹബീബിന്റെ മുഖത്തേക്ക്, ഫവല്ലാഹി മാ ഹുവ ബിവജ്ഹി കദ്ദാബ്. നബിയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് നുണ പറയുന്ന ആളല്ല, ഇത് കളവ് പറയുന്ന ആളല്ല, കദ്ദാബല്ല, സത്യസന്ധനാണ്. ആ മുഖം പറയുന്നുണ്ടത്, ആ മുഖശ്രീ വിളിച്ചോതുന്നുണ്ട്, ഇത് കളവ് പറയാത്ത ആളാണ്. ആരുറപ്പിച്ചു? ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയാ, ഞാനിങ്ങനെ വീക്ഷിക്കുകയായിരുന്നു, എന്താണാവോ ഈ പുണ്യ റസൂൽ ആദ്യമായി ജനങ്ങളോട് പറയാൻ പോകുന്നത്. ജനങ്ങളൊക്കെ സ്വീകരിച്ചു. ബഹളമാണ് മദീന മുഴുവൻ, സന്തോഷത്തിന്റെ ബഹളം, സന്തോഷത്തിന്റെ ആർപ്പുനാളങ്ങളാണ്. തങ്ങൾ എല്ലാവരോടും പറഞ്ഞു, ജനങ്ങളെ ഇരിക്കണേ, ശാന്തമായിരിക്കണേ. അന്ന് മദീനയുടെ അങ്ങാടിയുടെ ഒരു പരിസരത്താണ് ഈ ഒത്തുകൂടലുണ്ടായത്. അതിനുശേഷമാണ് പുണ്യ നബിതങ്ങളുടെ ഒട്ടകം മുമ്പോട്ട് നടക്കുന്നതൊക്കെ. അതൊക്കെ നടക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന് സ്വഹാബിമാർ ആവശ്യപ്പെടുന്നതിന് മുമ്പ് പുണ്യ നബിതങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. എല്ലാവരും ശാന്തമായിരിക്കുന്നെന്ന് പറഞ്ഞു. എല്ലാവരും ഇരുന്നു. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അത് ലോകത്തോടുള്ള വിളിച്ചു പറയലാണ്, അത് ലോകത്തോടുള്ള പ്രഖ്യാപനമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അങ്ങനെയാണ്. ഭൂമിയിലേക്ക് മുഴുവനായ ഒരു മനുഷ്യനെ നിയോഗിച്ചാൽ, ഒരു റസൂലിനെ നിയോഗിച്ചാൽ, ഒരു ലൊക്കാലിറ്റിയിൽ വെച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? ഒരു അന്ത്യ റസൂല് വന്നതോടെ മൊഗ്രാലിലാണെങ്കിൽ ഇവിടത്തുകാരോടെ നബി നിങ്ങൾ സംസാരിക്കാം, സങ്കല്പിക്കാം. പക്ഷെ ആ സംസാരിക്കുന്നത് മൊഗ്രാലുകാരോട് മാത്രമല്ല, ലോകത്തോടാണ്. അങ്ങനെ ഓഡിയൻസ് ഒരു നാട്ടുകാരെ കിട്ടുള്ളൂ. നല്ല വായുവിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പുണ്യ നബി സംസാരിക്കുന്ന മദീനക്കാരുടെ മുമ്പിലാണ്, മക്കക്കാരുടെ മുമ്പിലാണ്. പക്ഷെ ആ മെസ്സേജ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. അത് ലോക്കലൈസ്ഡ് അല്ല, അത് യൂണിവേഴ്സൽ മെസ്സേജ് ആണ്. അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കാൻ. ഇതൊക്കെ വീക്ഷിച്ചത് ആരാണ്? ഈ ജൂത പണ്ഡിതൻ. അദ്ദേഹമാണ് ഈ ഹദീസ് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിയായി മാറുന്നത്. അദ്ദേഹം പറയാ, ഞാനിങ്ങനെ നോക്കി, എന്താണാവോ ഈ പുണ്യ റസൂൽ ഉരിയാടാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കേട്ടു. ജനങ്ങളെ എന്ന് വിളിച്ചു, മുസ്ലിമീങ്ങളെ, അൻസ്വാരികളെ എന്നല്ല, ഔസ് ഖസ്റജ് ഗോത്രക്കാരെ എന്നുമല്ല. മദീനയിലെ പ്രമാണിമാരായ രണ്ട് തറവാട്ടുകാരാണ്, ഔസ്, മറ്റൊന്ന് ഖസ്റജ്. അവരെയൊന്നുമല്ല നബി ഞങ്ങൾ വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഓ പീപ്പിൾ, ജനങ്ങളെ, മനുഷ്യരെ, ഓ മാൻകൈൻഡ്, അഫ്ശുസ്സലാം, സ്പ്രെഡ് പീസ്, സമാധാനം പ്രചരിപ്പിക്കണമേ. അത്ഇമുത് തആം, ഫീഡ് ഫുഡ്, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. Keep up your family ties. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യണം. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുത്. കുടുംബ ബന്ധങ്ങൾ സുദൃഢമായി കൊണ്ടു നടക്കണം. Stand in prayer while the people are asleep. ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, you shall enter paradise in peace. സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ കഴിയും. മനോഹരമായ ചില വാക്കുകൾ. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ പുണ്യ നബിയുടെ അരികത്തേക്ക് വരാൻ, യാ റസൂലല്ലാഹ്, പിന്നെ വിളിച്ച വാക്കതാണ്, പുണ്യ നബിയെ, ഞാൻ അങ്ങയെ ശ്രദ്ധിച്ചു കേട്ടോ, അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ. അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണമേ. അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിങ്ങൾ അറിഞ്ഞവർക്കും അറിയാത്തവർക്കും സലാം പ്രചരിപ്പിക്കണമേ. അഫ്ശുസ്സലാം. അത്ഇമുത് തആം, ഭക്ഷണം കൊടുക്കണമേ. അന്നദാനം, അന്നദാനം അത് വിശക്കുന്നവർക്ക് മാത്രമല്ല, ദരിദ്രർക്ക് മാത്രമല്ല, അത് പട്ടിണി കിടക്കുന്നവർക്ക് മാത്രമല്ല. അവർക്ക് കൊടുത്ത ഭയങ്കര കൂലിയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കള്, നിങ്ങളുടെ നാട്ടുകാര്, മഹല്ലുകാര് ഒരു പരിപാടിക്ക് ഒത്തുചേരുമ്പോഴേ ഒക്കെ അന്നദാനമാവാം. അത്ഇമുത് തആം, അത് നബിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബദ്രീങ്ങളുടെ ആണ്ട് വരുമ്പോ അന്നദാനം, റബീഉൽ അവ്വൽ വരുമ്പോ അന്നദാനം, അല്ലേ? 27-ാം രാവിന് വിശേഷപ്പെട്ട എന്തെങ്കിലും ഭക്ഷണങ്ങള്, അങ്ങനെ തുടങ്ങി ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നത് പുണ്യ നബി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത്ഇമുത് തആം, സ്നേഹബന്ധം ഊട്ടിയുറക്കുന്ന ഒരു കാരണം ഭക്ഷണം തന്നെയാണ്. അത്ഇമുത് തആം, ഭക്ഷണം കൊടുക്കണേ. പിന്നെ പറഞ്ഞു സുലുൽ അർഹാം, നിങ്ങളുടെ മാതാപിതാക്കൾ